ഹലോ മൈ ഡിയർ മ്യൂസിക് ഫ്രണ്ട്സ്, ആർ ജെ മ്യൂസിക് പ്രൊഡക്ഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് ജയൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യൂബേസിലെ ക്വാണ്ടൈസിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കുറിച്ചാണ്. അതായത് മിഡി കീബോർഡുകളിൽ നമ്മൾ പലപ്പോഴും മ്യൂസിക് വായിക്കുമ്പോൾ കീബോർഡ് ആവട്ടെ ഡ്രംസ് ആവട്ടെ പലതും നമ്മൾ മിഡിയിൽ തന്നെ വായിച്ചാണ് പെട്ടെന്ന് മ്യൂസിക് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. അപ്പോൾ ടൈമിംഗ് ഇഷ്യൂസ് വരാറുണ്ട്. ഇങ്ങനെ മിഡി കീബോർഡിലൂടെ റെക്കോർഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് മിഡി ഫയൽസ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് നല്ലപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ എഡിറ്റിങ്ങിൽ മെയിൻ ഒരു ഫംഗ്ഷനാണ് ക്വാണ്ടൈസിങ് എന്ന് പറയുന്നത്. അതായത് ടു ദ ഗ്രിഡ്, ഏത് ടൈമിങ്ങിലാണ് കറക്റ്റ് നമ്മുടെ നോട്ട് വരേണ്ടത് ആ ടൈമിങ്ങിലോട്ട് ആ നോട്ടിനെ കൊണ്ടുവരുന്ന ഒരു ഫംഗ്ഷനാണ് ക്വാണ്ടൈസിങ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ക്യൂബേസിൽ ഇരുന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ക്യൂബേസിൽ നമ്മൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്തിട്ട് തുടങ്ങാം. നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്തേക്കുന്നത് കീ സ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പിയാനോ ആണ്. പിയാനോയുടെ ഒരു ചെറിയൊരു പാർട്ട് ഞാൻ വായിക്കാം, എന്നിട്ട് വായിച്ചിട്ട് അതിലെ ടൈമിങ് ഇഷ്യൂസ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാണ് സൗണ്ട് പിയാനോയുടെ. അപ്പോൾ ചെറിയൊരു ഇവൻ്റ് നമുക്ക് വായിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിങ് സ്റ്റാർട്ടാവും. എങ്ങനെയാണെന്ന് നോക്കാം. വെറുതെ ഒരു സംഭവം വായിച്ചാണ്. നമ്മളിപ്പോൾ പണ്ട് ഒരു പരസ്യത്തിലൊക്കെ കേട്ടിരുന്ന സാധനമാണിത്. ഇതാണ് ഇവൻ്റ്. ഈ ഇവൻറ്റിൻ്റെ എഡിറ്ററാണ് ഈ താഴെ കാണുന്നത്. അപ്പോൾ ഈ ഇവൻ്റ് നമുക്കൊന്ന് എഡിറ്റർ ഒന്ന് വലുതാക്കാം. എഡിറ്റർ വലുതാക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഓപ്ഷൻസ് കിട്ടും. എഡിറ്റർ ഇങ്ങനെ വലുതായി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതിനകത്തെ ഒരു ഓപ്ഷനാണ് ക്വാണ്ടൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്വാണ്ടൈസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ വരും. അതായത് ഓട്ടോ അപ്ലൈ ക്വാണ്ടൈസ്, സോഫ്റ്റ് അപ്ലൈ ക്വാണ്ടൈസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഇത് മുകളിലത്തെ ക്വാണ്ടൈസിങ് ഫംഗ്ഷൻ, അതായത് ഗ്രിഡിൻ്റെ ലെവൽ എന്തായിരിക്കണം, 1/16 1/8 1/4 എങ്ങനെയാണ്. കാര്യം നമുക്കിത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് നമ്പറാണ് ഇതിന് ആപ്റ്റ് എന്ന് നോക്കണം നമ്മുടെ ഒരു മ്യൂസിക് ലെവലിന്. അപ്പോൾ ഇപ്പോൾ ഉള്ള ലെവലിന് ആപ്റ്റായിട്ട് വരുന്നത് 1/8 ആണ്. 1/8 ആണെങ്കിൽ ഏകദേശം നമ്മുടെ ക്ലിക്സ് കറക്റ്റായിട്ട് വരും. ഇവിടെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം ഗ്രിഡ് ടൈപ്പ്. ഇവിടെ വേണമെങ്കിലും 1/8 1/4 ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യത്യാസങ്ങൾ ഇവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ 1/8 ആക്കി. 1/8 ആക്കിയിട്ട് കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പ്രസ്സായി. അതിന് മുമ്പ് നമുക്കിത് എങ്ങനെയാണ് പ്ലേ ആക്കണമെന്ന് നോക്കാം. ടൈമിങ് ഇഷ്യൂസ് കണ്ട, നല്ല ടൈമിങ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ വായിച്ചതിൻ്റെ പെർഫെക്ഷൻ ഇല്ല. അപ്പോൾ ഇത് പെർഫെക്ഷൻ ആക്കാനായിട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ കൺട്രോൾ എ കൊടുത്തപ്പോൾ ഫുള്ള് സെലക്റ്റായി. കൺട്രോൾ എ കൊടുത്ത് ഫുള്ള് സെലക്റ്റായി നമ്മളിവിടെ ഗ്രിഡ് ടൈപ്പ് 1/8 ആക്കി. അതായത് ഈ ഒരു മ്യൂസിക്കിൻ്റെ കറക്റ്റ് ക്ലിക്ക് അനുസരിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിൽ. ഇനി കീബോർഡിൽ ക്യൂ എന്നുള്ള കീ ഡയറക്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെലക്റ്റഡ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുത്ത ഗ്രിഡിലോട്ട് കോണ്ടൈസ് ആവും. എങ്ങനെയാണെന്ന് നോക്കാം. ക്യൂ അടിച്ചപ്പോൾ തന്നെ കോണ്ടൈസ് ആയി. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒരു ക്ലിക്കിൽ നമ്മുടെ ക്വാണ്ടൈസിങ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ടൈമിങ്ങിലോട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലായി. ഇനി അഡീഷണൽ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ക്വാണ്ടൈസ് എൻഡ്സ് കുറച്ച് ചാടി കിടക്കുന്ന നമുക്ക് ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എൻഡ് ഇച്ചിരി പുറത്തോട്ട് തെറിച്ച് കിടക്കുന്നുണ്ട്. അത് കുറയ്ക്കണമെങ്കിൽ കറക്റ്റ് ചെയ്യണമെങ്കിൽ ക്വാണ്ടൈസ് എൻഡ്സ് എന്നുള്ളത് കൊടുത്താൽ മതി. കണ്ട, ക്വാണ്ടൈസ് എൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചങ്ങോട്ട് വരും. അത് വേണ്ട, അതിന് ലെങ്ത് അത്ര വേണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് ക്വാണ്ടൈസ് കൊടുത്താൽ പഴയ അവസ്ഥയിൽ തന്നെ വരും. ക്വാണ്ടൈസ് ലെങ്ത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഫുൾ ലെങ്ത്തിൽ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് വരും. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് കണ്ട ക്വാണ്ടൈസ് ലെങ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെങ്ത്തിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ആവും. അതാണ് ക്വാണ്ടൈസ് ഫംഗ്ഷൻ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ്. നമ്മൾ ഏതൊരു മ്യൂസിക് വായിച്ച് പോകുമ്പോഴും നമുക്കിത് എപ്പോഴും ആവശ്യം വരും. കോഡ് പ്രോഗ്രഷൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ കീബോർഡിലൂടെ വായിച്ചാണ് ഉണ്ടാക്കണമെങ്കിൽ ഇത് അത്യാവശ്യം ഒരു സംഭവമാണ്. നമ്മൾ മൗസ് വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യം വരില്ല. പക്ഷേ കീബോർഡിൽ വായിക്കുന്ന ഏതൊരു മിഡി നോട്ട്സിനും ഇത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളെ മ്യൂസിക് പ്രൊഡക്ഷനിൽ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ സമയവും ലാഭകരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതേപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാൻ പല വീഡിയോസിനും കമൻറ്റ്സ് കാണാറുണ്ട്, സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാറുണ്ട്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യം. ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് തോന്നാറുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.